വെരി ഗുഡ് മോർണിംഗ് മൈ ഡിയർ സ്റ്റുഡൻസ്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ നമ്മുടെ കോർപ്പറേറ്റ് ഗവേണൻസ് ആൻഡ് ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്ന ആ ഒരു ടെക്സ്റ്റുമായിട്ടാണ് മുന്നോട്ട് പോകാനായിട്ട് പോകുന്നത്. നിങ്ങൾക്കറിയാം, ഞാൻ എടുക്കുന്ന സബ്ജക്റ്റ് അതാണെന്നറിയാം. മാത്രമല്ല, ഒരു കാര്യം നിങ്ങളെ പുതിയതായിട്ട് ഇൻഫോം ചെയ്യാനുള്ളത്, ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് ഞാൻ മാത്രമല്ല, ഒരു ടീച്ചറും കൂടി ഇത് ഷെയർ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ തന്നെ മിനിമോൾ മിസ് എന്ന് പറയുന്ന മിസ്സും കൂടി എൻ്റെ ഒപ്പം ഈ ഒരു സബ്ജക്റ്റ് ഷെയർ ചെയ്യുന്നുണ്ട്. ആ ഒരു മാറ്റർ കഴിഞ്ഞ ക്ലാസ്സുകളിൽ അറിയിക്കാൻ വിട്ടുപോയി. സോ ഇപ്പോഴത് അറിയിക്കുകയാണ്. ഇനി നമ്മൾ തുടങ്ങി വെച്ചിരുന്നു ആദ്യത്തെ ചാപ്റ്റർ അല്ലേ, ബിസിനസ് എത്തിക്സിൻ്റെ അല്ലെങ്കിൽ കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ ആ ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരുന്നു. എന്താണ് കോർപ്പറേറ്റ് ഗവേണൻസ്, അതിലെ ബെനിഫിഷ്യറീസ് ആരൊക്കെയാണ്, അതിൻ്റെ ഒബ്ജക്ട്സ് എന്തൊക്കെയാണ്, ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ എന്ത് ചെയ്തത്. ആദ്യത്തെ ഒരു 3 ക്ലാസ് കഴിഞ്ഞു. 4ാമത്തെ ക്ലാസ്സിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇനി നമുക്ക് അവിടെ പഠിക്കാനുള്ളത് നന്നായിട്ട് വായിച്ചു നോക്കണമെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്ക് എല്ലാവർക്കും വേണമെന്നുള്ളത് നിർബന്ധമാണ്. പ്രത്യേകിച്ചും Mcom സ്റ്റുഡൻസ് എന്നുള്ള രീതിയിൽ ടെക്സ്റ്റ് ബുക്കിനോടൊപ്പം തന്നെ റെഫറൻസ് ബുക്കുകളും വായിച്ചു നോക്കേണ്ടതും അഡീഷണൽ പോയിൻറ്റ്സ് എഴുതിയെടുക്കേണ്ടതും അത് എക്സാമിനേഷനിൽ അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് ഉപകാരപ്രദമാകും എന്നുള്ളതിന് സംശയമില്ല. ഇനി നമുക്ക് പോകേണ്ടത് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആൻഡ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിലേക്കാണ്. ആരാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്? ആരൊക്കെയാണ് ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം, ഒരു കോർപ്പറേറ്റ് എൻറ്റിറ്റിയെ സംബന്ധിച്ചിടത്തോളം ആരൊക്കെയാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്? ആ സ്റ്റേക്ക് ഹോൾഡേഴ്സും കോർപ്പറേറ്റ് ഗവേണൻസും തമ്മിലുള്ള ബന്ധം എന്താണ്? അല്ലെങ്കിൽ ആ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ എത്രത്തോളം കോർപ്പറേറ്റ് ഗവേണൻസ് സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ പഠിക്കാനായിട്ട് പോകുന്നത്. ഒരു ലെങ്തി ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. കാരണം നമുക്കറിയാം, നമ്പർ ഓഫ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻ എ കമ്പനി ഓർ കോർപ്പറേറ്റ് എൻറ്റിറ്റി ഈസ് large, or there are lot of stakeholders in a corporate entity, and shareholders are there, likewise consumers are there, employees are there, creditors are there, debenture holders, and debtors are there. All these are government and government entities. They are the stakeholders of a company. So there are a number of stakeholders, and corporate governance and these stakeholders. What is the relationship between corporate governance and these stakeholders എന്നുള്ളതാണ് ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, അനലൈസ് ചെയ്യുന്നത്. അങ്ങനെ അനലൈസ് ചെയ്യുമ്പോൾ നമുക്കതിൽ ഏറ്റവും ആദ്യം നമുക്ക് അവിടെ കൺസിഡർ ചെയ്യേണ്ടി വരുന്നത് ആരെയായിരിക്കും? നിങ്ങളുടെ ഒരു വ്യൂ പോയിന്റിൽ കോർപ്പറേറ്റ് ഗവേണൻസിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ 2013 കമ്പനീസ് ആക്റ്റിൽ, അത് അവിടെയാണ് ഈ കോർപ്പറേറ്റ് ഗവേണൻസിനെ കുറിച്ചിട്ടുള്ള പുതിയ അമെൻമെൻറ്റ് നടന്നത് എന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നു, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അല്ലേ. കമ്പനീസ് ആക്ടിൻ്റെ ഏറ്റവും പുതിയ വേർഷനാണ് 2013 ആക്ട് എന്ന് പറയുന്നത്. ആ 2013 ആക്ടിലെ അമെൻമെൻറ്റ് പ്രകാരം കോർപ്പറേറ്റ് ഗവേണൻസിനെ ഒരു പുതിയ ഒരു അധ്യായമായി കമ്പനീസ് ആക്ടിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കൂട്ടിച്ചേർക്കുന്ന സമയത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു, ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. ആ ലക്ഷ്യം ആരെ സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളതായിരുന്നു, ആരുടെ സാറ്റിസ്ഫാക്ഷൻ ഉറപ്പുവരുത്തുക എന്നുള്ളതായിരുന്നു. ആരുടെയായിരുന്നു? ഇറ്റ് ഈസ് ദ സാറ്റിസ്ഫാക്ഷൻ ഓഫ് shareholders, or wealth and welfare of shareholders was the ultimate aim of this corporate governance. ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അവിടെ
കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ ആമുഖമായിട്ട് പറഞ്ഞിരിക്കുന്നത് അത് തന്നെയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ഷെയർ ഹോൾഡേഴ്സിനെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നത് മുഖ്യമായും ആരെ ലക്ഷ്യമാക്കിയിട്ടുള്ളതാണ്? സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗമായിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സിനെ സംബന്ധിച്ചിട്ടുള്ളതാണ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി എന്താണ് ഷെയർ ഹോൾഡേഴ്സും കോർപ്പറേറ്റ് ഗവേണൻസും തമ്മിലുള്ള ബന്ധം? ആരാണ് ഷെയർ ഹോൾഡേഴ്സ്? അവരുടെ സ്ഥാനം എന്താണ്? ഒരു കോർപ്പറേറ്റ് എൻറ്റിറ്റിയിൽ അവർക്ക് എന്ത് പൊസിഷനാണുള്ളത്? ആരാണ് ഷെയർ ഹോൾഡർ? ഒരു കോർപ്പറേറ്റ് എൻറ്റിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഷെയർ ഹോൾഡർ ഇസ് എ പേഴ്സൺ or is an institution or a company who holds shares or stocks in a company. അല്ലേ? ഒരു കമ്പനിയുടെ ഷെയറിലോ സ്റ്റോക്കിലോ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള വ്യക്തിയെയോ സ്ഥാപനത്തെയോ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഷെയർ ഹോൾഡർ എന്ന് വിളിക്കാം. ആൻഡ് സം ഷെയർ ഹോൾഡേഴ്സ് ബിക്കം ദ ഓണർ ഓഫ് ദി കമ്പനി. Especially equity shareholders they are treated as the owners of the company because all the major decisions are taken by equity shareholders. That's why they are called as the owners, and their capital is also can be termed as a permanent capital. That means only at the time of winding up their share capital will be returned. So that's the importance of shareholders. Even then there are so many kinds of shareholders. നമ്മളിവിടെ പല തരത്തിലുള്ള അല്ലെങ്കിൽ പല രീതിയിലുള്ള ഷെയർ ഹോൾഡേഴ്സിനെ കുറിച്ച് ചർച്ച ചെയ്യുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം. കോർപ്പറേറ്റ് ഗവേണൻസും ഷെയർ ഹോൾഡേഴ്സും തമ്മിൽ എന്താണ് അതിൻ്റെ ബന്ധം, അല്ലെങ്കിൽ എത്രത്തോളം അത് ഇമ്പോർട്ടൻ്റ് ആണ് അവരുടെ ജീവിതത്തിൽ എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? അനലൈസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഒരു ഷെയർ ഹോൾഡറെ സംബന്ധിച്ചിടത്തോളം കമ്പനിയുടെ ഷെയറിൽ അയാൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ്. ആ ലക്ഷ്യം സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് എന്തൊക്കെ ചെയ്യണമോ അതെല്ലാം അയാൾക്ക് ചെയ്യാനുള്ള അധികാരം അയാൾക്കുണ്ട്. അതോടൊപ്പം തന്നെ he also have some duties to perform towards the company or towards the corporate entity. അല്ലേ? ഷെയർ ഹോൾഡറെ സംബന്ധിച്ചിടത്തോളം അയാൾ പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് പ്രവർത്തിക്കേണ്ടത്. അത് അയാളുടെ ഡ്യൂട്ടിയാണ്, അതോടൊപ്പം തന്നെ അത് അയാളുടെ റൈറ്റുമാണ്. At the same time, the management of a corporate entity should try its best to satisfy this need of shareholder, and this managers or director board of a corporate entity has a fiduciary relationship with the shareholders. They are the trustees of the company as well as they are the trustees of the shareholders. They are dealing with the company's property, they are dealing with the company's assets, company's liabilities, and all these things with the clear intention to safeguard the interest of the shareholders, to make them possible to safeguard or to protect the interest of the shareholders. There is the importance of corporate governance. Whenever or wherever the corporate governance practices and rules, regulations are introduced, then or there we can ensure the protection of interest of the shareholders. Unless if there is no corporate governance and there is no well standardized or well defined methods, rules, regulations for the functioning of a company, there will be a lack of this shareholders protection and shareholders satisfaction.
അപ്പോൾ കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നത് പരമപ്രധാനമായിട്ടുള്ള അതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇൻട്രസ്റ്റിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു കമ്പനി മെയിനായിട്ട് പ്രവർത്തിക്കുന്നത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ താല്പര്യങ്ങളെ സംരക്ഷിക്കുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ്. ഒരു കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അതിന് വേണ്ടിയിട്ടായിരിക്കണം യത്നിക്കേണ്ടത്. ഓക്കെ. ആൻഡ് മാത്രമല്ല, ഒരു ഷെയർ ഹോൾഡറെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നേരത്തെ പറഞ്ഞു കുറേ റൈറ്റുകൾ അയാൾക്കുണ്ട്. ആൻഡ് ഹി ഹാസ് എൻ ഇമ്പോർട്ടൻറ്റ് റോൾ ടു പ്ലേ ഇൻ എ കോർപ്പറേറ്റ് എൻറ്റിറ്റി. ഒരു കോർപ്പറേറ്റ് എൻറ്റിറ്റിയിൽ അയാൾക്ക് വ്യക്തമായിട്ട് കുറേ റോളുകൾ അയാൾക്ക് പ്ലേ ചെയ്യാനുണ്ട്, അല്ലേ? ആ റോളുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് 1 by 1 ആയിട്ട് ഇവിടെ പറയുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. ആദ്യത്തെ റോൾ എന്ന് പറയുന്നത് he has voting right. And what do you mean by voting right? A shareholder has voting right. But this voting right varies according to the nature and characteristics of the shares he holds. അത് നമുക്ക് അറിയാം, അല്ലേ? ഇക്വിറ്റി ഷെയർ ഹോൾഡർക്കുള്ള വോട്ടിംഗ് റൈറ്റ് അല്ല പ്രിഫറൻസ് ഷെയർ ഹോൾഡർക്കുള്ളത്. ആൻഡ് പ്രിഫറൻസ് ഷെയർസിൽ there are different types of preference shares. ആൻഡ് അതിനനുസരിച്ച് വോട്ടിംഗ് റൈറ്റ് കൂടുതലായിരിക്കാം, കുറവായിരിക്കാം. ആൻഡ് ഇക്വിറ്റി ഷെയർസിന് ഡിഫറൻഷ്യൽ വോട്ടിംഗ് റൈറ്റ് ഉള്ള ഇക്വിറ്റി ഷെയർസ് ഉണ്ട്. ആൻഡ് സം കമ്പനീസ് ദേ ആർ എലിജിബിൾ ടു ഇഷ്യൂ ഇക്വിറ്റി ഷെയർസ് വിത്ത് ഡിഫറെൻറ്റ് വോട്ടിംഗ് റൈറ്റ്സ്. ആൻഡ് യു നോ ദാറ്റ്. അപ്പോൾ തീർച്ചയായിട്ടും വോട്ടിംഗ് റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? കമ്പനിയുടെ തന്നെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ അഭിപ്രായം പറയാനുള്ള, അഭിപ്രായം വെറുതെ പറയുകയല്ല, അത് വോട്ട് ചെയ്ത് ആ അഭിപ്രായത്തെ വിജയിപ്പിക്കാനും അത് നടപ്പിലാക്കാനും കമ്പനികളിൽ നടപ്പിലാക്കാനുള്ള സ്വാതന്ത്ര്യവും അല്ലെങ്കിൽ അതിനുള്ള റൈറ്റും അതിനുള്ള റോളും ആർക്കുണ്ട്? ഷെയർ ഹോൾഡേഴ്സിനുണ്ട്. അപ്പോൾ അവരെ നമ്മൾ പേടിക്കണം. അവരുടെ ഇൻട്രസ്റ്റിനെ സംരക്ഷിക്കണം. പ്രത്യേകിച്ചും ദ അപ്പോയിൻമെൻറ്റ് ഓഫ് ഡയറക്ടേഴ്സ് and final approval of the financial statements, removal of directors, not only appointment but also removal, the resignation of directors, and all these matters will be decided by the shareholders. Then solely അവരങ്ങനെ ചെയ്യുന്നു എന്നുള്ളതല്ല, നിങ്ങൾക്കറിയാം. അതിന് ചില വ്യത്യാസങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ള ബികോമിന് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്കറിയാം. നമ്മൾ കോർപ്പറേറ്റ് റെഗുലേഷൻ അതിന് വേണ്ടിയിട്ടാണ് പഠിച്ചത്. ഇതുപോലുള്ള മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെയാണ് ഷെയർ ഹോൾഡേഴ്സ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്? ഷെയർ ഹോൾഡേഴ്സ് മാത്രമാണോ ഡയറക്ടറിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്? അല്ലാന്ന് നമുക്കറിയാം. അതിന് വേരിയസ് മെത്തേഡുകളുണ്ട്. അതേസമയം ഒരു മെത്തേഡ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ അപ്പോയിൻമെൻ്റ് ആണെന്ന് നമുക്കറിയാം, അല്ലേ? അപ്പോൾ അവർക്ക് യോജിച്ച അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുമെന്ന് അവർ പ്രതീക്ഷിക്കുന്ന ഡയറക്ടേഴ്സിന് മാത്രമേ എന്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ? അപ്പോയിൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അവർക്ക് അതിൽ വോട്ടിംഗ് റൈറ്റ് ഉണ്ട്. തീർച്ചയായിട്ടും അവരുടെ വോട്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡയറക്ടേഴ്സ് പോലുള്ള സുപ്രധാന പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാരെ എന്ത് ചെയ്യുന്നത്? അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് ഈ വോട്ടിംഗ് റൈറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഷെയർ ഹോൾഡേഴ്സ് ഹാസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ടു പ്ലേ ഇൻ എ കോർപ്പറേറ്റ് എൻറ്റിറ്റി. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് റൈറ്റ് ടു ട്രാൻസ്ഫർ ദി ഓണർഷിപ്പ്. The shareholders or investors in an organization has to, നമ്മൾ പഠിച്ചിട്ടുണ്ട്, one of the important characteristics of this joint stock companies, it's free transferability of shares. Free transferability. And what do you mean by free transferability? The shareholders, they can at their choice can transfer the ownership in shares only with the permission of companies. But at the same time, that characteristic is there. Our free transfer, it is different in different companies, especially in private and public companies. Public companies, there is അതിൻ്റെ full extreme freedom കാണാനായിട്ട് സാധിക്കുന്നത് public കമ്പനിയിലാണ്. But at the same time, private company also there is transferability, but only in a limited extent എന്നുള്ളത് നമ്മൾ പഠിച്ചു, അല്ലേ? അപ്പോൾ free transferability of shares, the shareholders, they can transfer their shares to somebody else. ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് ഇറ്റ് മേക്സ് ദിസ് കോർപ്പറേറ്റ് ഗവേണൻസ് ആൻഡ്
makes this shareholders power a complex thing. ഇത്തിരി കോംപ്ലക്സ് ആക്കി മാറ്റും. കാരണം നമ്മൾ ഉദ്ദേശിച്ചവരിൽ മാത്രമല്ല അത് ഒതുങ്ങി നിൽക്കുക, അതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് പോകും. സ്പ്രെഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും കൺട്രോൾ കിട്ടാത്തൊരു ഇതിലേക്ക് ചിലപ്പോൾ അത് എന്ത് ചെയ്തു എന്ന് വരാം, പോയിന്ന് വരാം അല്ലേ, നമ്മൾ ഒരു ഇതിൽ നോർമൽ രീതിയിൽ അത് ചിന്തിക്കുന്ന സമയത്ത്. സോ ദിസ് right to transfer the ownership or right to transfer the shares is an important role, or it says that the shareholders are important to an organization or to a company. And the next one, right to inspect. The shareholders has the right to inspect the functioning of a company, or functioning means they can inspect the memorandum of association, they can inspect the articles of association, they can inspect prospectus, they can inspect the financial statements, they can inspect the minutes prepared for various meetings, and it is the right of the shareholders. അത് അവരുടെ റൈറ്റാണ്. ഒരിക്കലും കമ്പനിക്കോ ഡയറക്ടേഴ്സിനോ അതിനെ ചോദ്യം ചെയ്യാനായിട്ട് അവകാശമില്ല. During normal business hours, they can go to the concern, they can go to the company and they can ask for all these documents, and it is the duty of the company to present before the shareholders all these documents. ഏത് ഡോക്യുമെൻ്റാണ് അവർ ചോദിക്കുന്നത് അത് എടുത്തു കൊടുക്കുക എന്നുള്ളത് അവരുടെ ഡ്യൂട്ടിയാണ് കമ്പനിയിലുള്ളവരുടെ. അതായത് എസ്പെഷ്യലി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, ദേ ക്യാൻ ഇൻസ്പെക്ട്. ഇൻസ്പെക്ഷനുള്ള അധികാരം അവർക്കുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ളൊരു മിസ്ബിഹേവിയർ, മിസ്കണ്ടക്ട് ഓഫ് ദി കമ്പനി സ്മെല്ല് ചെയ്യുകയാണെങ്കിൽ യൂഷ്വലി ദേ വിൽ കം, ഷെയർ ഹോൾഡേഴ്സിന് വരാം, അവർക്കത് പരിശോധിച്ച് നോക്കാം. നിങ്ങൾക്ക് പഠിച്ചിട്ടുണ്ടായിരിക്കും അൾട്രാ വയേഴ്സ് ആക്ട്സ് ഓഫ് the directors, ultra vires the companies act, ultra vires the memorandum, ultra vires the articles of association, ultra vires, that means beyond the authority how they are working അല്ലേ. ഒരു ഡയറക്ടർ ബോർഡ് പ്രവർത്തിക്കുന്ന സമയത്ത് they should see they are working according to the rules and regulations prescribed in the Companies Act, and they should also see that they are working according to the authority conferred on them in the memorandum of association. You know what is memorandum of association? Likewise, they should see they are working according to the authorities given to them by the articles of association. And also one more statement or one more document is there which is very important, that is prospectus. Prospectus is the general document. It is a public invitation to subscribe the shares, and all these shareholders have bought the shares on the basis of the matters included in the prospectus. So especially അവർക്കിടയ്ക്ക് ഇൻസ്പെക്ട് ചെയ്ത് നോക്കേണ്ടി വരും, അത് കമ്പനിയിലുള്ള കാര്യങ്ങൾ പ്രോസ്പെക്ടസിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെയാണോ നടക്കുന്നത് എന്ന് അവർക്ക് ഇൻസ്പെക്ട് ചെയ്ത് നോക്കാം. അതിൽ യാതൊരു പ്രശ്നവുമില്ല, അതിൽ കമ്പനിക്ക് എതിർപ്പ് പറയാനായിട്ട് സാധിക്കുകയും ഇല്ല. ഓക്കെ, അപ്പോൾ ദാറ്റ് ഈസ് ദ നെക്സ്റ്റ് വൺ. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് റൈറ്റ് ടു ഇൻഫർമേഷൻ. റൈറ്റ് ടു ഇൻഫർമേഷൻ. The shareholders have the right to get the necessary information from the company. കമ്പനിയിൽ നിന്നും വേണ്ട സമയത്ത് വേണ്ട ഇൻഫർമേഷൻസ് കിട്ടാനായിട്ട് ആർക്ക് അധികാരമുണ്ട്? ഷെയർ ഹോൾഡേഴ്സിന് അധികാരമുണ്ട്. കമ്പനിയിൽ നടക്കുന്നതൊക്കെ മോശമാണെങ്കിൽ as far as possible the directors will hide those information. They will try to hide or keep it as secret inside the company itself. അവരതൊരിക്കലും ആർക്ക് വിട്ടുകൊടുക്കില്ല? ഷെയർ ഹോൾഡേഴ്സിന് വിട്ടുകൊടുക്കില്ല അല്ലേ. അതേസമയം അതിനുള്ള റൈറ്റ് ആർക്കുണ്ട്? ഷെയർ ഹോൾഡേഴ്സിനുണ്ട്. നല്ല രീതിയിൽ നടക്കുന്നൊരു കമ്പനിയാണെങ്കിൽ വേണ്ട ഇൻഫർമേഷൻസ് അതാത് സമയത്ത് ഇപ്പോൾ ഒരു പുതിയൊരു ഡയറക്ടർ വന്നു, അല്ലെങ്കിൽ ഒരു ഉണ്ടായിരുന്ന ഡയറക്ടർ മാറിപ്പോകുന്നു, അയാൾക്ക് ചിലപ്പോൾ റെസിഗ്നേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ എന്താ പറയുക റിട്ടയർ ചെയ്യുന്നതായിരിക്കാം അല്ലേ. ഇതിനോടനുബന്ധിച്ചിട്ടുള്ള മാറ്റേഴ്സ്, ചിലപ്പോൾ നമ്മളൊരു പുതിയൊരു കമ്പനിയെ ടേക്ക് ഓവർ ചെയ്യുന്നതായിരിക്കാം, മെർജിങ്, ഇതൊക്കെ വലിയ വലിയ സ്ട്രാറ്റജിക്കലായിട്ടുള്ള സ്റ്റെപ്പുകളാണ് അല്ലേ. പുതിയൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നതായിരിക്കാം, ലോഞ്ച് ചെയ്യുന്നതായിരിക്കാം. അപ്പം അങ്ങനെയുള്ള മാറ്റേഴ്സൊക്കെ നമ്മൾ ആരെ അറിയിച്ചിരിക്കണം? ഷെയർ ഹോൾഡേഴ്സിനെ അറിയിച്ചിരിക്കണം. അത്
അതവരുടെ അവകാശമാണ്. അറിയുക എന്നുള്ളത് അവരുടെ അവകാശമാണ്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ അവരുടെ ഉദ്ദേശം, അവരുടെ ലക്ഷ്യം എന്താ? അവർക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം, അല്ലേ? അവരുടെ ഷെയറിൻ്റെ വില ഡബിൾ ചെയ്യിക്കുക, ക്യാപിറ്റലൈസേഷൻ, വെൽത്ത് മാക്സിമൈസേഷൻ, ഇതൊക്കെയാണ് അവരുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തെ നിറവേറ്റണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇൻഫർമേഷൻ കറക്റ്റ് സമയത്ത് അറിയുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ കോർപ്പറേറ്റ് ഗവേണൻസിന് അതിൻ്റേതായിട്ടുള്ളൊരു പ്രാധാന്യമുണ്ട്, അല്ലേ? അപ്പോൾ കോർപ്പറേറ്റ് ഗവേണൻസ് ഉള്ളിടത്ത് മാത്രമേ ഡയറക്ടേഴ്സ് അതിന് സമ്മതിക്കുള്ളൂ. ഇല്ലെങ്കിലോ എങ്ങനെയെങ്കിലുമൊക്കെ അത് പൊക്കോട്ടെ, അവരറിയിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ളൊരു പരിപാടിയിലേക്ക് എന്ത് ചെയ്യും, പോകാനായിട്ട് സാധ്യതയുണ്ട്. ഇനി വേറൊരു റൈറ്റിനെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്, അതായത് റൈറ്റ് ടു ഡിവിഡൻഡ്. അത് പിന്നെ ഇറ്റ്സ് എ ബേസിക് റൈറ്റ്. Always all the shareholders want to earn a continuous or a regular income from his investment. അല്ല, ഈ റെഗുലർ ഇൻകം ആണ് എന്തെന്ന് പറയുന്നത്, ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ക്യാപിറ്റലൈസേഷൻ പോട്ടെ, അത് വേറൊരു സംഭവമാണെന്ന് നമുക്കറിയാം. അത് ഒരു പ്രീ ഡിസ്ക്രൈബ്ഡ് ടൈമിലേ അത് എന്ത് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ, നമുക്ക് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. അതേസമയം ഡിവിഡൻഡ് അങ്ങനെയല്ല. ഡിവിഡൻഡ് ഒരു ഷെയർ ഹോൾഡറെ സംബന്ധിച്ചിടത്തോളം റെഗുലറായിട്ട് കിട്ടുന്ന ഒരു ഏണിങ്സാണ്. ആ ഏണിങ്സ് ഉപേക്ഷിക്കാനായിട്ട് ആരും തയ്യാറായിരിക്കില്ല, അല്ലേ? ആൻഡ് ദ കമ്പനി ഷുഡ് ബി ഏബിൾ ടു ഗീവ് ദം ആഡിക്വേറ്റ് എമൗണ്ട് ഓഫ് ഡിവിഡൻഡ്. ഷെയർ ഹോൾഡേഴ്സിനെ നിരാശപ്പെടുത്തിക്കൊണ്ട് കംപ്ലീറ്റ് ആയിട്ടുള്ള എമൗണ്ട്, കംപ്ലീറ്റ് പ്രോഫിറ്റ് അവർ തന്നെ ഉപയോഗിക്കുന്ന അവസ്ഥ, കമ്പനി തന്നെ ഉപയോഗിക്കുന്ന അവസ്ഥ, അല്ലേ? യു ഹാവ് ഹേർഡ് അബൌട്ട് പ്ലവിങ് ബാക്ക് ഓഫ് പ്രോഫിറ്റ്. പ്ലവിങ് ബാക്ക് ഓഫ് പ്രോഫിറ്റ് അധികമായാലും പ്രശ്നമാണ്. പ്രോഫിറ്റിനെ നമ്മൾ അതിൻ്റെ ഒരു ഭാഗമെങ്കിലും, ചെറിയൊരു ഭാഗമെങ്കിലും നമ്മൾ നമ്മുടെ വരും വർഷങ്ങളിലെ പ്രൊഡക്റ്റീവ് പർപ്പസുകൾക്ക് വേണ്ടി ഉപയോഗിക്കണം. അതാണ് പ്ലവിങ് ബാക്ക് എന്ന് പറയുന്നത്. അതേസമയം ഓവറായിട്ട് അത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആരെ നിരാശപ്പെടുത്തേണ്ടി വരും? ഷെയർ ഹോൾഡേഴ്സിനെ നിരാശപ്പെടുത്തേണ്ടി വരും. അതുണ്ടാവാൻ പാടില്ല. അപ്പോൾ അതുണ്ടാവാതിരിക്കണമെന്നുണ്ടെങ്കിൽ ആഡിക്വേറ്റ് എമൗണ്ട് ഓഫ് ഡിവിഡൻഡ് ഷുഡ് ബി ഗിവൺ ഓർ ഡിസ്ട്രിബ്യൂട്ടഡ് ടു ദി ഷെയർ ഹോൾഡേഴ്സ്. ഡിക്ലെയർ ചെയ്യുക, അത് കൊടുക്കാതിരിക്കുക. ഡിക്ലെയർ ചെയ്തത് ഒരു ഡിവിഡൻഡ്, കൊടുക്കുന്നത് വേറൊരു ഡിവിഡൻഡ്. ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള അഗ്രഷനാണ് എന്ത് ചെയ്ത് വരുത്തുന്നത്, ക്ഷണിച്ചു വരുത്തുന്നത്. അതിന് നല്ലൊരു കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ ലക്ഷണമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കണക്കാക്കാനായിട്ട് സാധിക്കില്ല. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് റൈറ്റ് ടു സ്യൂ. ദേ ഹാവ് ദ റൈറ്റ് ടു സ്യൂ. SUE, sue. And what do you mean by that? Right to sue. Each and every shareholders have the right to give a petition or right to right to file a suit against the company or company's management or company directors, as they have entered into a contract with the company by purchasing the shares of that company, and in that contract it is clear that the company have some responsibilities towards the shareholders. If the company defaults or the company make a failure in the completion or in the fulfillment of those responsibilities, automatically the shareholders can give a suit against the company. കമ്പനിക്കെതിരെ അവർക്ക് കേസ് കൊടുക്കാം. അതിനുള്ള റൈറ്റ് അവർക്കുണ്ട്. ഷെയർ ഹോൾഡേഴ്സിന് അതിനുള്ള റൈറ്റ് ഉണ്ട്. തീർച്ചയായിട്ടും നമ്മൾ അവരെ പേടിക്കേണ്ടതല്ലേ ആണ്. ഇപ്പോൾ കോർപ്പറേറ്റ് ഗവേണൻസ് വേണ്ടും വിധം നടത്തുന്ന കമ്പനികളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് നമുക്ക് ഷെയർ ഹോൾഡേഴ്സിനെ നിരാശപ്പെടുത്തേണ്ടി വരില്ല. ആ ഒരു സിവിൽ ആൻഡ് ലീഗൽ പ്രൊസീഡിങ്സിലേക്ക് പോകേണ്ട ഒരു ഘട്ടം, അല്ലേ? അതൊരു ലീഗൽ പ്രൊസീഡിങ്സ്, നിയമപരമായിട്ട് മുന്നേറുക എന്ന് പറയുന്നത് ഇത് ലാസ്റ്റ് റിസോർട്ടാണ്, അല്ലേ? പലപ്പോഴും നമ്മൾ ആ ഒരു ഇതിലേക്ക് നമ്മൾ പലപ്പോഴും പോവാറില്ല, നമുക്കറിയാം. അതേസമയം അതിനുള്ള റൈറ്റ് ആർക്കുണ്ട്? ഷെയർ ഹോൾഡേഴ്സിന് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷെയർ ഹോൾഡേഴ്സ് സാറ്റിസ്ഫാക്ഷൻ ഈസ് ആൻ
important thing, and they can bring legal actions against corporations. Shareholders seeking to sue their corporations should check with their local authorities first on how to proceed, and it's a legal matter. നമ്മളത് ശ്രദ്ധിക്കേണ്ടതില്ല. And next one is appointment of directors. In the first point itself we have explained about the appointment of directors, and it is mainly it is done by the shareholders. അല്ലേ, ഷെയർഹോൾഡേഴ്സ് ആണ് മെയിൻലി ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. പല വേക്കൻസീസും ഫില്ല് ചെയ്യാനായിട്ടുള്ള അധികാരം ആർക്കുണ്ട്? ഷെയർ ഹോൾഡേഴ്സിന് ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പം എന്തെങ്കിലും ഡയറക്ടേഴ്സിൻ്റെ അപ്പോയിൻമെൻറ്റ് ആരുടെ കൺട്രോളിലാണ്? പലപ്പോഴും ഷെയർ ഹോൾഡേഴ്സിൻ്റെ കൺട്രോൾ. ആൻഡ് ഡയറക്ടേഴ്സ് ആർ ദ റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ്. യു നോ, ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഉള്ളിൽ നിന്നാണ് ആരെ നമ്മൾ എലക്ട് ചെയ്യുന്നത്? ഡയറക്ടേഴ്സിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അവരിൽ നിന്നുമാണ് മാനേജിങ് ഡയറക്ടറെയും ചീഫ് എക്സിക്യൂട്ടീവ്സിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്? സെലക്ട് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഡയറക്ടേഴ്സ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് ആകുമ്പോൾ അവർക്ക് ഫുൾഫിൽ ചെയ്യാനായിട്ടുള്ള, ഷെയർ ഹോൾഡേഴ്സിന് നിറവേറ്റാനുള്ള ഒരുപാട് ഡ്യൂട്ടീസ് അവിടെ ഉണ്ട്. സോ ഡയറക്ടേഴ്സിൻ്റെ അപ്പോയിൻമെൻറ്റിന് ചുക്കാൻ പിടിക്കുന്ന ആൾക്കാരെന്നുള്ള നിലയ്ക്ക് ഷെയർ ഹോൾഡേഴ്സിന് വളരെയധികം ഉയർന്ന പൊസിഷനാണ് ഇവിടെയുള്ളത്, കോർപ്പറേറ്റ് എൻറ്റിറ്റീസിൽ ഉള്ളത്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് right to get the copies of financial statement. That matter we have discussed earlier. That is the shareholders have the right to inspect എന്നുള്ള ആ ഒരു ഇതിൽ നമ്മൾ കണ്ടതാണ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ കോപ്പി കിട്ടാനുള്ള അധികാരം ആർക്കുണ്ട്? ഷെയർ ഹോൾഡേഴ്സിന് ഉണ്ട്. അറ്റ് ദെയർ റിക്വസ്റ്റ് the management or the board of directors should be ready to give them the copy of the financial statement. So that's also the right of shareholders. അപ്പോൾ കോർപ്പറേറ്റ് ഗവേണൻസിനെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് ഒരു വലിയൊരു വിഭാഗം തന്നെയാണ്. ആൻഡ് ഇറ്റ്സ് ദേ ആർ ദി ഇമ്പോർട്ടൻറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഓഫ് ദി ഓർഗനൈസേഷൻ. ഇവരെ ഷെയർ ഹോൾഡേഴ്സ് മാത്രമല്ല, ഇവിടെ ഒരു 5ഓളം വിഭാഗങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. പ്രത്യേകിച്ചും കസ്റ്റമേഴ്സിനെ കുറിച്ച്, എംപ്ലോയീസിനെ കുറിച്ച്, ഗവൺമെൻറ്റിനെ കുറിച്ച്, ക്രെഡിറ്റേഴ്സിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഇവരെല്ലാവരും കമ്പനിയുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് തന്നെയാണ്. എങ്കിലും അതിൻ്റെ പ്രഥമ ഫസ്റ്റ് റാങ്ക് ആർക്കാണ് കൊടുക്കേണ്ടത്? ഷെയർ ഹോൾഡേഴ്സിനാണ് കൊടുക്കേണ്ടത് എന്ന് മാത്രമാണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്? പറയുന്നത്. ഇനി അവിടെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ കോർപ്പറേറ്റ് ഗവേണൻസിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്ന സമയത്ത് ആ കോർപ്പറേറ്റ് ഗവേണൻസ് അതിൻ്റെ വ്യക്തമായിട്ടുള്ള രീതിയിൽ അവിടെ നടക്കണം എന്നുണ്ടെങ്കിൽ ഈ റൈറ്റുകൾ മാത്രം ഷെയർ ഹോൾഡേഴ്സ് എക്സസൈസ് ചെയ്താൽ പോരാ, അല്ലേ? അവിടെ ദേ ഹാവ് ടു പെർഫോം ദെയർ ഓൺ ഡ്യൂട്ടീസ് ഓൾസോ. അവർക്ക് റൈറ്റ് മാത്രം ഒരാൾക്കായിട്ട് ഉണ്ടാവില്ല എന്ന് നമുക്കെപ്പോഴും അറിയാം, അല്ലേ? റൈറ്റ് ഉണ്ടെങ്കിൽ അതിനോട് ചേർന്ന റെസ്പോൺസിബിലിറ്റിയും നമ്മൾ മാനേജ്മെൻറ്റ് പഠിക്കുന്ന സമയത്ത് പഠിച്ചിട്ടുള്ള കാര്യമാണ്, അല്ലേ? നിങ്ങളൊക്കെ ബികോമിന് പഠിക്കുമ്പോൾ ഫസ്റ്റ് സെമ്മിനൊക്കെ പഠിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾ +2 പഠിക്കുന്ന സമയത്ത് തന്നെ പഠിച്ചിട്ടുണ്ടായിരിക്കും. പാരിറ്റി ബിറ്റ്വീൻ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. ഇറ്റ്സ് ഫേമസ് പ്രിൻസിപ്പിൾ ഓഫ് ഹെൻറി ഫയോൾ, അല്ലേ? പാരിറ്റി ഓഫ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി, ഇക്വാളിറ്റി ഓഫ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി, ബാലൻസിങ് ഓഫ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. ആ ബാലൻസിങ് എപ്പോഴും വേണം. അതോറിറ്റി മാത്രമായിട്ട് ഒരാളിലേക്ക് കൺഫർ ചെയ്ത് കൊടുക്കാൻ നമുക്ക് പറ്റില്ല, അല്ലേ? അതോറിറ്റിയുടെ ഒപ്പം എന്തുണ്ട്? റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഇപ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ് ഉണ്ട്. സ്റ്റേറ്റ് ഗവൺമെൻറ്റിലുള്ള ഓരോ മിനിസ്റ്റേഴ്സും അത്രയും പവർഫുള്ളായിട്ടുള്ള, അത്രയും ഓതറൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അറ്റ് ദ സെയിം ടൈം അവർക്ക് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഉണ്ട്, അതോറിറ്റിയോട് ചേർന്ന റെസ്പോൺസിബിലിറ്റി. അതുപോലെയാണ് ഇവിടെ ഷെയർ ഹോൾഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ പറഞ്ഞ റൈറ്റുകൾ മാത്രമല്ല, അല്ലെങ്കിൽ അതോറിറ്റീസ് മാത്രമല്ല ഉള്ളത്, അവർക്ക് ചില ഡ്യൂട്ടീസ് പെർഫോം ചെയ്യാനുണ്ട്. ആൻഡ് ഇറ്റ് വിൽ ബെനിഫിറ്റ് ടു ദി കോർപ്പറേറ്റ് ഗവേണൻസ്. കോർപ്പറേറ്റ് ഗവേണൻസിനെ അത് തീർച്ചയായിട്ടും എന്ത് ചെയ്യും? ഹെൽപ്പ് ചെയ്യും. അങ്ങനെയുള്ള ഡ്യൂട്ടീസ് ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് അനലൈസ് ചെയ്യുമ്പോൾ അതിൽ ആദ്യം വരുന്നത് ചേഞ്ചസ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ കമ്പനി. കമ്പനിയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ കാര്യമായിട്ടുള്ള എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ അതിൽ അപ്രൂവൽ കൊടുക്കേണ്ട ഡ്യൂട്ടി ആർക്കുള്ളതാണ്? ഷെയർ ഹോൾഡർക്കുള്ളതാണ്. സോ ഇറ്റ്സ് എ ഡ്യൂട്ടി ഓഫ് ദ ഷെയർ ഹോൾഡർ ടു സ്റ്റഡി വെദർ the change of constitution will affect
the governance and will affect the platform or situations of a company, whether it will affect the good environment of the കമ്പനി എന്ന് പഠിക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഉത്തരവാദിത്തം. എന്തിന് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഫോർ ഒരു എക്സാമ്പിൾ മെർജിങ് നടന്നു കഴിഞ്ഞാൽ നമുക്കറിയാം അതിൻ്റെ കമ്പനിയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, അതിൻ്റെ ഭരണഘടന അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ടെക്സ്ചർ അല്ലേ, അതെന്ത് ചെയ്യും? മാറും. അസറ്റ് മാറും, ലയബിലിറ്റി മാറും, അതോറിറ്റി ലെവലുകൾ മാറും, അതിൻ്റെ സ്ട്രക്ചർ മാറും. സോ ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷനിലുള്ള വ്യത്യാസത്തിനെ ഫൈനലി അപ്രൂവ് ചെയ്യേണ്ടതാരാ? അപ്രൂവ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു അതോറിറ്റി ആയിട്ടല്ല നമ്മൾ കാണേണ്ടത്. ഇറ്റ്സ് എ ഡ്യൂട്ടി. ഒരു വലിയൊരു കാര്യത്തിന് നമ്മൾ ഫൈനലി അപ്രൂവൽ കൊടുക്കുക എന്ന് പറയുന്നത് വലിയൊരു എന്താ പറയുക, അതൊരു ഡ്യൂട്ടിയാണ് നമ്മുടെ, വളരെ കണ്ടും കേട്ടും മാത്രം ചെയ്യേണ്ട ഡ്യൂട്ടി. സോ കോൺസ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് ചെയ്യുന്ന മാറ്റേഴ്സ് അതിൽ അഭിപ്രായം പറയുകയും അതിന് അപ്രൂവൽ കൊടുക്കുകയും ചെയ്യുക എന്നുള്ള ഡ്യൂട്ടി. രണ്ടാമതായിട്ട് ഡിക്ലറേഷൻ ഓഫ് ഡിവിഡൻറ്റിൻ്റെ ഡിക്ലറേഷൻ അല്ലേ. ഡിവിഡൻറ്റ് ഡിക്ലറേഷൻ എന്ന് പറയുമ്പോൾ പലപ്പോഴും അത് ഡിക്ലെയർ ചെയ്യുന്നത് ആരുടെ ഫൈനൽ അപ്രൂവല്ല? ഷെയർ ഹോൾഡേഴ്സ്. നമുക്കറിയാം ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ്, ആ ഒരു മീറ്റിങ്ങിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ആനുവൽ ജനറൽ ബോഡി മീറ്റിങ്ങിൽ എടുക്കുന്ന ഏറ്റവും സുപ്രധാനമായിട്ടുള്ളൊരു തീരുമാനമാണ് എന്ത്? ദ എമൗണ്ട് ഓഫ് ഡിവിഡൻഡ് ടു ബി പെയ്ഡ് ഇൻ ദാറ്റ് പെർട്ടിക്കുലർ ഇയർ അല്ലേ. ഡിക്ലറേഷൻ നടക്കുന്നത് അവിടെയാണ്. വെറുതെ അങ്ങനെ വന്നിട്ട് ഡിക്ലെയർ ചെയ്യുകയാണോ? അല്ല. മെജോറിറ്റി ഓഫ് ഷെയർ ഹോൾഡേഴ്സ് അതിനെ അംഗീകരിച്ചാൽ മാത്രമേ, 3/4 വേണം, 3/4 മെജോറിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഡിവിഡൻറ്റിനോടനുബന്ധിച്ചിട്ടുള്ള റെസൊല്യൂഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പാസ്സാക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ അത് അവരുടെ ഡ്യൂട്ടി അല്ലേ? ഡ്യൂട്ടിയാണ്. ആ ഒരു എമൗണ്ട് റേറ്റ് നിശ്ചയിക്കുന്ന സമയത്ത് അത് എത്രത്തോളം അത് എഫക്റ്റീവാണ്, എത്രത്തോളം അത് ശരിയാണ്, എത്രത്തോളം അത് ഷെയർ ഹോൾഡേഴ്സിന് നല്ലതായിരിക്കും എന്ന് ചിന്തിച്ച് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ഫൈനൽ അപ്രൂവൽ അതിനെന്ത് ചെയ്യാൻ കൊടുക്കാൻ പാടുള്ളൂ. ആൻഡ് നെക്സ്റ്റ് വൺ, അപ്രൂവിങ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലേ. ഓഡിറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ റിപ്പോർട്ടോടുകൂടി ഫൈനലി അതിന് അപ്രൂവൽ കൊടുക്കുന്നത് ആരാ? ഷെയർ ഹോൾഡേഴ്സാണ് അല്ലേ. ആനുവൽ ജനറൽ ബോഡി മീറ്റിങ്ങിൽ തന്നെയാണ് അതും സംഭവിക്കുന്നത്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഒരു ഓർഗനൈസേഷൻ, ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് പറഞ്ഞ് തരേണ്ട ആവശ്യമില്ല. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് വൈൻഡിങ് അപ്പ് ഓഫ് ദ കമ്പനി ബൈ വേ ഓഫ് വോളണ്ടറി liquidation. And you know what is voluntary liquidation? And the voluntary liquidation, when the company itself takes the decision to be liquidated or to be wound up. സ്വന്തമായി സ്വമേധയാ കമ്പനി തന്നെ തീരുമാനമെടുക്കുന്ന ആ ടൈപ്പ് ഓഫ് ലിക്വിഡേഷനെ വിളിക്കുന്ന പേരാണെന്ത്? വോളണ്ടറി ലിക്വിഡേഷൻ ഓർ വോളണ്ടറി വൈൻഡിങ് അപ്പ്. അപ്പം മറ്റേ ലിക്വിഡേഷൻ എന്നാ പറയുക? there is one more liquidation is there. എന്തത്? അതിനെ വിളിക്കുന്ന പേരാണ് കമ്പൽസറി ലിക്വിഡേഷൻ, കമ്പൽസറി വൈൻഡിങ് അപ്പ്. കേട്ടിട്ടുണ്ടാവും അല്ലേ. കമ്പനി സ്വയം തീരുമാനമെടുത്ത് വൈൻഡപ്പ് ചെയ്യുന്നതിനെ വോളണ്ടറി എന്നും, അതേസമയം കോടതിയോ പുറമേ നിന്ന് ഏതെങ്കിലും പാർട്ടീസോ തീരുമാനമെടുത്ത് കമ്പനിയെ നിർബന്ധ ബുദ്ധിയാ വൈൻഡപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണെന്ത്? കമ്പൽസറി വൈൻഡിങ് അപ്പ്. ഇവിടെ കമ്പൽസറി വൈൻഡിങ് അപ്പിനെ കുറിച്ചിട്ടല്ല അവിടെ പറയുന്നത്. ഏത് വൈൻഡിങ് അപ്പിനെ കുറിച്ചാണ്? വോളണ്ടറി വൈൻഡിങ് അപ്പിനെ കുറിച്ചിട്ടാണ്. വോളണ്ടറി വൈൻഡിങ് അപ്പിൽ പലപ്പോഴും ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള പെറ്റീഷൻ്റെ അടിസ്ഥാനത്തിലാണ് എന്തിനെക്കുറിച്ച് കമ്പനി തീരുമാനിക്കുന്നത്? വോളണ്ടറി വൈൻഡിങ് അപ്പിനെ കുറിച്ച് കമ്പനി തീരുമാനിക്കുന്നത്. വൈൻഡപ്പ് ചെയ്യാനായിട്ട് പല സാഹചര്യങ്ങളും ഉണ്ടായിരിക്കാം. നമുക്ക് നിൽക്കക്കള്ളി ഇല്ലാതാവുന്ന സമയത്ത് നമുക്ക് നമ്മുടെ മേജർ ഒബ്ജക്റ്റീവ്സ് നമ്മൾ ഒബ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞു, ഇനിയൊന്നും നമുക്ക് ചെയ്യാനില്ല, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്തതുകൊണ്ട് വലിയ ഉപകാരമൊന്നുമില്ല, ഒട്ടും പ്രോഫിറ്റബിളും അല്ല എന്നൊക്കെ നമുക്ക് തോന്നുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? വൈൻഡപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. പക്ഷേ അതിനുള്ള ഇനീഷ്യേഷൻ വരേണ്ടത് ആരുടെ ഭാഗത്തു നിന്നാണ്? ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഭാഗത്തു നിന്നാണ്. അപ്പോൾ ഇതാണ്
അവിടുത്തെ പ്രധാനപ്പെട്ട ഡ്യൂട്ടീസായിട്ട് നമ്മൾ പറയുന്നപ്പോൾ കമ്പനിയുടെ പല സുപ്രധാന തീരുമാനങ്ങളിലും ഫൈനൽ അപ്രൂവൽ കൊടുക്കേണ്ടത് ആരുടെ ഡ്യൂട്ടിയാണെന്നാണ് പറയണത്? ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഡ്യൂട്ടിയാണ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് സെബി ഗൈഡ് ലൈൻസ് ഫോർ ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ഷെയർ ഹോൾഡേഴ്സ്. ഇൻവെസ്റ്റേഴ്സിനും ഷെയർ ഹോൾഡേഴ്സിനും വേണ്ടി സെബി ഉണ്ടാക്കിയിട്ടുള്ള കുറച്ച് ഗൈഡ് ലൈൻസ് ഉണ്ട്, അവരുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്. അല്ലേ, നിങ്ങളിത് എവിടെയെങ്കിലും മുൻപ് കേട്ടിട്ടുണ്ടോ? ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ, ഇൻവെസ്റ്റർ അവെയർനെസ്, ഇങ്ങനെയൊക്കെയുള്ള ചില കോൺസെപ്റ്റുകളെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഉണ്ടാവും അല്ലേ? നിങ്ങൾ Mcom കുട്ടികളാണ്, Bcomന് തീർച്ചയായിട്ടും നിങ്ങളത് പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ? Mcom ഫിനാൻസ് കുട്ടികളാണ്. അപ്പോൾ Bcom ഫിനാൻസിന് പഠിച്ചിട്ടുള്ള കുട്ടികളാണെങ്കിൽ അവിടെ ഫണ്ടമെൻ്റൽസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നൊക്കെ പറയുന്ന, ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ് എന്നൊക്കെ പറയുന്ന ചില സിലബസുകൾ, ചില പുസ്തകങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതിൽ ഇൻവെസ്റ്റർ ആരാണെന്നും എന്താണ് ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ എന്നും അതിലെ ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷനെ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഓർഗനൈസേഷനാണ് സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ സെബി എന്ന് പറയുന്ന ഓർഗനൈസേഷൻ എന്നും. അപ്പോൾ അവരുടെ ഭാഗത്തു നിന്നുള്ള എന്തൊക്കെ റെക്കമെൻഡേഷൻസ് ആണ് അല്ലെങ്കിൽ എന്തൊക്കെ സജഷൻസ് ആണ് നമുക്കവിടെ നോക്കേണ്ടതെന്നും നമ്മളവിടെ പഠിച്ചിട്ടുണ്ട്. ആ പഠിച്ചതിൻ്റെ ഒരു ആവർത്തനമാണ് നിങ്ങൾക്ക് കോർപ്പറേറ്റ് ഗവേണൻസ് ആൻഡ് ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്ന ആ ഒരു ഇതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കുക, കാണാനായിട്ട് സാധിക്കുക. അവിടെ സെബി ഗൈഡ് ലൈൻസിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ പ്രധാനമായിട്ടും പറയുന്നത് ഒരു ഷെയർ ഹോൾഡറെ സംബന്ധിച്ചിടത്തോളം, ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ഷെയർ സർട്ടിഫിക്കറ്റുകൾ, അലോട്ട്മെൻറ്റ്, ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റുകൾ ഇതൊക്കെ റിസീവ് ചെയ്യാനായിട്ടുള്ള അധികാരം അയാൾക്കുണ്ട്. അതോടൊപ്പം തന്നെ ആനുവൽ റിപ്പോർട്ട്, കമ്പനിയുടെ ആനുവൽ റിപ്പോർട്ട് ആസ് പ്രിപ്പയർഡ് ബൈ ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, ഇത് റിസീവ് ചെയ്യാനും അതോടൊപ്പം തന്നെ ജനറൽ മീറ്റിങ്ങിൽ വോട്ട് ചെയ്യാനും സ്റ്റാറ്റ്യൂട്ടറി മീറ്റിങ്ങുകളിൽ പങ്കെടുക്കാനും കോർപ്പറേറ്റ് ബെനിഫിറ്റുകൾ ലൈക്ക് ബോണസ് ഷെയറുകൾ അല്ലേ, നമുക്കറിയാം പ്രത്യേകിച്ചും ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനൊക്കെ കിട്ടുന്ന ഒരു റൈറ്റാണ് ബോണസ് ഷെയർ എന്നൊക്കെ പറയുന്ന സംഭവം. റൈറ്റ് ഷെയർ, ബോണസ് ഷെയർ, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അവെയിൽ ചെയ്യാനും അതിൻ്റെ ഇതായിട്ടുള്ള ബെനിഫിറ്റുകൾ അക്വയർ ചെയ്യാനും അവർക്ക് അവകാശമുണ്ട്. അതുപോലെ തന്നെ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് വിളിക്കാത്ത സന്ദർഭത്തിൽ കമ്പനി ലോ ബോർഡിന് പെറ്റീഷൻ കൊടുക്കാനും അതിനനുസരിച്ച് ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചു ചേർക്കാനുള്ള അധികാരവും അതുപോലെ എക്സ്ട്രാordinary ജനറൽ മീറ്റിങ്ങുകൾ വിളിച്ചു ചേർക്കാനുള്ള അധികാരവും അവർക്കുണ്ട്. ആർക്കുണ്ട്? ഷെയർ ഹോൾഡേഴ്സിന് ഉണ്ട്. അതുപോലെ തന്നെ കമ്പനിക്കെതിരെ സിവിലായോ ക്രിമിനലായോ പ്രൊസീജിയേഴ്സ്, ലീഗൽ പ്രൊസീജിയേഴ്സ് എടുക്കാനുള്ള അധികാരമുണ്ട്. അതോടൊപ്പം തന്നെ റെസിഡുവൽ എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞ് ബാക്കി എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ പങ്കുകാരാവാനായിട്ടുള്ള അധികാരം ഷെയർ ഹോൾഡേഴ്സിനുണ്ട്. പ്രത്യേകിച്ചും ചില പ്രത്യേക ഇതിനകത്ത് നിങ്ങൾ പാർട്ടിസിപ്പേറ്ററി പ്രിഫറൻസ് ഷെയർസ് എന്നൊക്കെ പറയുന്ന ചില പ്രിഫറൻസ് ഷെയറുകളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കും. അതോടൊപ്പം തന്നെ ഫർദർ ഇഷ്യൂസ് എന്തെങ്കിലും നടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഫർദർ ഇഷ്യൂവിൽ ഭാഗഭാക്കാകാൻ ഉള്ള അധികാരം ആർക്കുണ്ട്? ഇതൊക്കെ നമ്മൾ പറയുന്നതല്ല, സെബിയുടെ ഗൈഡ് ലൈൻസിലൂടെ വ്യക്തമായിട്ടുള്ള എന്ത് കൊടുത്തിരിക്കുന്നതാണ്, ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിരിക്കുന്നതാണ്. ആൻഡ് സാധാരണ രീതിയിൽ ഒരു ഇൻഡിവിജ്വൽ ഷെയർ ഹോൾഡർ എന്നുള്ള രീതിയിൽ എന്തൊക്കെയാണോ അയാൾക്ക് ചെയ്യേണ്ടതായിട്ടുള്ള റൈറ്റുകൾ അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ അത് എക്സസൈസ് ചെയ്യാനായിട്ടുള്ള റൈറ്റ് ഉണ്ട്. അതോടൊപ്പം തന്നെ പോളിംഗ്, ഒരു റെസൊല്യൂഷൻ എടുക്കുന്ന സമയത്ത് പോളിങ്ങിലൂടെ മാത്രമേ ആ റെസൊല്യൂഷൻ എടുക്കാനായിട്ട് പാടുള്ളൂ എന്നുള്ള തീരുമാനം എടുക്കാനും അത് പ്രാബല്യത്തിൽ വരുത്താനും ആർക്കധികാരമുണ്ട്? ഷെയർ ഹോൾഡേഴ്സിന് അധികാരമുണ്ട്. അതുപോലെ തന്നെ കമ്പനിയുടെ കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു സംശയമോ കാര്യങ്ങളോ തോന്നുന്ന പക്ഷം കമ്പനി ലോ ബോർഡിന് പെറ്റീഷൻ കൊടുക്കാനും അതിനനുസരിച്ച് അവരുടെ ഭാഗത്തു നിന്നുള്ളൊരു ഇൻവെസ്റ്റിഗേഷൻ ഇൻവൈറ്റ് ചെയ്യാനും ആർക്ക് സാധിക്കും? ഷെയർ ഹോൾഡേഴ്സിന് സാധിക്കും. ആൻഡ് ഏതെങ്കിലും തരത്തിലുള്ള മിസ്മാനേജ്മെൻറ്റോ ഓപ്പറേഷൻസോ ഷെയർ ഹോൾഡേഴ്സിൻ്റെ താല്പര്യങ്ങളെ ഹനിക്കുന്ന രീതിയിൽ അതിനെ ഒപ്രസ് ചെയ്യുന്ന രീതിയിലൊക്കെ
പെരുമാറുന്നതായിട്ട് അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കമ്പനി ലോ ബോർഡിന് പെറ്റീഷൻ കൊടുക്കാനായിട്ട്, ഇതൊക്കെ ഒരു ചെറിയൊരു ബ്രീഫായിട്ട് പറഞ്ഞതാണ്. ഒരേ മൈന്യൂട്ടായിട്ടുള്ള ചെറിയ ചെറിയ റൈറ്റുകൾ എന്തൊക്കെ ചെയ്യാം. ഇത് സെബിയുടെ വ്യക്തമായിട്ടുള്ള ഗൈഡ് ലൈൻസോട് കൂടി ഷെയർ ഹോൾഡേഴ്സിനെ പവർഫുള്ളായിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സായിട്ട് മാറ്റുക. ഇനി നമ്മളൊരു പേര് പറയും, അതായത് ഇൻവെസ്റ്റേഴ്സ് ആക്ടിവിസം, ആക്റ്റീവായിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ്. ഡയറക്ടേഴ്സിന് എപ്പോഴും പേടി സ്വപ്നമായിട്ടുള്ള ഡയറക്ടേഴ്സ്, നോട്ട് ഡയറക്ടേഴ്സ്, ഷെയർ ഹോൾഡേഴ്സ്. അവരെ അങ്ങനെയുള്ളൊരു ഷെയർ ഹോൾഡേഴ്സിൻ്റെ ആ ഒരു കോൺട്രിബ്യൂഷൻ എങ്ങനെ നമുക്ക് ഉറപ്പുവരുത്താം എന്നുള്ളതാണ് ഇതിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, നോക്കുന്നത്. തീർച്ചയായിട്ടും ഷെയർ ഹോൾഡേഴ്സ് കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ ഭാഗമാണെന്നും കമ്പനികൾ സുതാര്യമായിട്ടുള്ള രീതിയിൽ വളരെ സ്മൂത്തായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ആരുടെ കോൺട്രിബ്യൂഷൻ, ഷെയർ ഹോൾഡേഴ്സിൻ്റെ കോൺട്രിബ്യൂഷൻ കൂടിയേ തീരൂ എന്നുള്ളതുമാണ് ഈ ഒരു ടോപ്പിക്കിലൂടെ നമുക്ക് എന്ത് ചെയ്യുന്നത്, മനസ്സിലാക്കുന്നത്. നമ്മൾ 3 ഭാഗങ്ങളായിട്ടാണ് ഇത് നമ്മൾ ചർച്ച ചെയ്തത്. ഒന്നാമത് നമ്മൾ ഷെയർ ഹോൾഡേഴ്സിൻ്റെ റൈറ്റുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. രണ്ടാമതായിട്ട് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ആ ഒരു ഡ്യൂട്ടീസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. മൂന്നാമതായിട്ട് സെബി എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ഷെയർ ഹോൾഡേഴ്സിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്, അവരെന്തൊക്കെ ചെയ്യണമെന്നാണ് മാൻഡേറ്ററി ആയിട്ട് നിയമപരമായിട്ട് പറയുന്നത് എന്നും നമ്മൾ അവിടെ എന്ത് ചെയ്തു, പഠിച്ചു. അപ്പോൾ ഇത്രയാണ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ കോൺട്രിബ്യൂഷനായിട്ട് നമുക്ക് കാണാനുള്ളത്. ഇനി തുടർന്ന് നമ്മളങ്ങോട്ട് പുതിയ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ കുറിച്ച് പഠിക്കുകയും കോർപ്പറേറ്റ് ഗവേണൻസും ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ടുള്ള ബന്ധം എന്താണെന്ന്, അടുത്തത് വരുന്നത് എംപ്ലോയീസും കോർപ്പറേറ്റ് ഗവേണൻസും എന്നുള്ള ആ ഒരു സംഗതിയാണ് അടുത്ത ടോപ്പിക്കായിട്ട് വരുന്നത്. അത് നമുക്ക് തൽക്കാലം അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം, ചർച്ച ചെയ്യാം. സോ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ സ്റ്റഡീസ്. ട്രൈ ടു ബൈ എ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടായിരിക്കണം. ആൻഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു റെഫറൻസ് ബുക്ക് നിങ്ങൾ റെഫർ ചെയ്ത് നോക്കണം. അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഇപ്പോൾ കുറവാണ് എന്നറിയാമെങ്കിലും കൂടി അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ, വായനയ്ക്ക് കൂടുതൽ സമയം കണ്ടെത്താനും അത് ചെയ്യാനും നിങ്ങൾ ശ്രമിക്കണം എന്ന് മാത്രമാണ് ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്. സോ we can meet in the next class. Okay.